ഹലോ, ഇന്നൊരു ഗാർഡനിങ്ങിൻ്റെ വീഡിയോ ആണ് കേട്ടോ. കുറച്ച് ദിവസമായില്ലേ നമ്മൾ ഗാർഡനിങ്ങിൻ്റെ ഒക്കെ വീഡിയോ ഇട്ടിട്ട്. ഇപ്പോൾ കുറച്ച് ദിവസം മുന്നേ ഞാൻ എടുത്ത് വെച്ചൊരു വീഡിയോ ആണ്. അപ്പോൾ അതൊന്ന് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ ഇത് ഞാൻ ഓൺലൈനിൽ നിന്ന് മേടിച്ചതാണ്. 3 ചെടിയാണ് കേട്ടോ മേടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഒരു പോട്ടി മിക്സർ പോലത്തെ ഒരു പാക്കറ്റും കൂടിയും തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അവർ. അപ്പോൾ അതെല്ലാം കൂടിയും ചേർത്ത് നമ്മൾ ചെടി നടാൻ പോവാണ്. അതിൽ 3 ചെടിയുടെ അത്യാവശ്യം നല്ല ചെടികൾ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഒരു ചെടിയിൽ മുട്ടൊക്കെ ഉണ്ട് കേട്ടോ, 2 മുട്ട ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് നട്ട് വെക്കാം കേട്ടോ. അപ്പോൾ ഞാൻ പുതിയൊരു പാത്രമൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു, നമുക്ക് മണ്ണൊക്കെ നിറച്ച് വെക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് ഞാൻ നമുക്ക് ആവശ്യമുള്ള മണ്ണ് എടുത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ചാണകപ്പൊടിയാണ് കേട്ടോ പിന്നെ ഇട്ട് കൊടുക്കുന്നത്. എൻ്റെ പിന്നെ അത്ര ചാണകപ്പൊടി പോലും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഉണങ്ങിയ കുറച്ച് ചാണകം എടുത്തിട്ട് അതിൽ ഇട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ. നല്ലോണം മിക്സ് ആവണില്ല, എന്നാലും ഏകദേശം ഒരുപോലെ ഞാൻ എല്ലാ ചട്ടിയിലും ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ 3 ചട്ടിയാണ് നിറച്ചിട്ടില്ല, അത്യാവശ്യം ചെറിയൊരു ചട്ടിയായിട്ട് എടുത്തില്ല. കാരണം ഈ അഡീനിയം പ്ലാന്റ് ഇടയ്ക്കിടയ്ക്ക് അത് റീപോർട്ട് ചെയ്ത് കൊടുക്കണം എന്നാണ് ഞാനൊരു വീഡിയോ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത്. അപ്പോൾ ഇതൊന്ന് ഓക്കെ ആയിട്ട് അത്യാവശ്യം നല്ല ഗ്രോത്തൊക്കെ ആയിട്ട് മാറ്റി നടാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇപ്പം ഞാൻ ഇട്ട് കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചെടീൻ്റെ കൂടെ ഒരു മിക്സർ കിട്ടി കണ്ടില്ല, അതാണ് കേട്ടോ. അതിലെന്താണെന്ന് എനിക്ക് പ്രത്യേകിച്ച് അറിയില്ല. എന്തായാലും അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ചെടികളൊക്കെ നട്ടു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ കെയർ ചെയ്യാൻ ഭയങ്കര എളുപ്പമാണെന്ന് ഞാൻ പല വീഡിയോസിലും കണ്ടിട്ടുണ്ടായിരുന്നു. കുറച്ച് വെള്ളം മാത്രമേ ആവശ്യമുള്ളൂ എന്നൊക്കെ. ഇപ്പോഴത്തെ ഈ വേനലും ചൂടിലും വളർത്താൻ പറ്റിയ ചെടിയാണെന്ന് തോന്നിയത് കൊണ്ടാണ് കേട്ടോ ഇപ്പോൾ തന്നെ അത് മേടിച്ച് നട്ട് വെച്ചത്. അപ്പോൾ എന്തായാലും നമ്മൾ നട്ട് വെച്ചിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് 2 ദിവസം കഴിഞ്ഞിട്ടുള്ള വീഡിയോ ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ ആ മുട്ടുകളൊക്കെ വിരിഞ്ഞ് അത്യാവശ്യം നന്നായിട്ട് തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. ആഴ്ചയ്ക്ക് ഒരു 2-3 ദിവസം മാത്രം വെള്ളം നനച്ച് കൊടുത്താൽ മതി കേട്ടോ. ഞാൻ അങ്ങനെയാണ് വെള്ളം നനച്ച് കൊടുക്കാറ്. വാടിപ്പോണോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ചെടി അത്യാവശ്യം നന്നായിട്ട് വളരുകയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ തന്നെ ഒരുപാട് വെറൈറ്റീസൊക്കെ മേടിക്കാം കേട്ടോ. നല്ല ഭംഗിയുള്ള ചെടിയാണ്, ഭയങ്കര എളുപ്പത്തിൽ വളർത്താൻ പറ്റുന്ന ചെടി കേട്ടോ. അപ്പോൾ 2 ദിവസം കഴിഞ്ഞിട്ടുള്ള ചെടീൻ്റെ അവസ്ഥ ഇതാണ്. ഒരു ചെടിയിൽ മാത്രം ഇലകൾ ഇങ്ങനെ പഴുത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാനതൊന്നും പൊട്ടിച്ച് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ എന്തായാലും ചെടി നല്ല ഗ്രോത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇതുപോലത്തെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട.